വചനം 48. വാക്കർത്ഥം. വഹുവ അവൻ തന്നെയാണ്, അല്ലദീ അർസല അയച്ചവൻ, നിയോഗിച്ചവൻ, അർരിയാഹ കാറ്റുകളെ, ബുഷ്റൻ സന്തോഷവാർത്തയായി, ബൈനയദൈ മുമ്പിൽ, മുന്നിൽ, റഹ്മത്തിഹി അവൻ്റെ കാരുണ്യത്തിൻ്റെ അഥവാ മഴയുടെ, വ അൻസൽന നാം ഇറക്കുകയും ചെയ്തു, മിനസ്സമാഇ ആകാശത്ത് നിന്ന് അഥവാ ഉപരിഭാഗത്ത് നിന്ന്, മാ അൻ വെള്ളം, ത്വഹൂറൻ അതിശുദ്ധമായ, وهو الذي أرسل الرياح بشرا بين يدي رحمته وأنزلنا من السماء ماء طهورا. തൻ്റെ മഴവർഷമാകുന്ന കാരുണ്യത്തിൻ്റെ മുമ്പിൽ സന്തോഷവാർത്തയെന്ന നിലക്ക് കാറ്റുകളെ അയച്ചിട്ടുള്ളവനും അവൻ അഥവാ അല്ലാഹു തന്നെ. ആകാശത്തുനിന്നും നാം അഥവാ അല്ലാഹു വളരെ ശുദ്ധമായ ജലം ഇറക്കുകയും ചെയ്തിരിക്കുന്നു. വചനം 49. വാക്കർത്ഥം. ലിനുഹ്യിയ നാം ജീവിപ്പിക്കുവാൻ വേണ്ടി, ബിഹി അതുകൊണ്ട്, ബൽദത്തൻ രാജ്യത്തെ, മൈത്തൻ നിർജീവമായ, വനുസ്ഖിയഹു അതിനെ കുടിപ്പിക്കുവാനും കുടിപ്പാൻ കൊടുക്കുവാനും, മിമ്മ ഖലഖ്ന നാം സൃഷ്ടിച്ചതിൽപ്പെട്ട, അൻആമൻ കന്നുകാലികൾക്ക്, വ അനാസിയ്യ മനുഷ്യർക്കും, കസീറൻ വളരെയധികം, لنحيي به بلدة ميتا ونسقيه مما خلقنا أنعاما وأناسيا كثيرا. നിർജീവമായ രാജ്യത്തെ അതുകൊണ്ട് നാം ജീവിപ്പിക്കുവാനും നാം സൃഷ്ടിച്ചുണ്ടാക്കിയതിൽപ്പെട്ട കന്നുകാലികൾക്കും വളരെയധികം ജനങ്ങൾക്കും അത് കുടിപ്പിക്കുവാനും വേണ്ടിയത്രേ അത്. വചനം 50. വാക്കർത്ഥം. വലഖദ് തീർച്ചയായും, തിട്ടമായും, സ്വറഫ്നാഹു അതിനെ നാം വിഹിതം ചെയ്തു, കൈകാര്യം ചെയ്തു, ബൈനഹും അവർക്കിടയിൽ, ലിയദ്ദക്കറു അവർ ഉറ്റാലോചിക്കുവാൻ വേണ്ടി, ഫഅബ എന്നാൽ വിസമ്മതിച്ചു, കൂട്ടാക്കാതായി, അക്സറുന്നാസി ജനങ്ങളിൽ അധികവും, ഇല്ല കുഫൂറൻ നന്ദികേടിനെയല്ലാതെ, ولقد صرفناه بينهم ليذكروا فأبى أكثر الناس إلا كفورا. അവർ ആലോചിച്ചു നോക്കേണ്ടതിനായി നിശ്ചയമായും അവർക്കിടയിൽ നാം അതിനെ കൈകാര്യം ചെയ്തിരിക്കുന്നു. എന്നാൽ ജനങ്ങളിൽ അധിക ഭാഗവും നന്ദികേട് ചെയ്യുവാനല്ലാതെ മറ്റൊന്നും കൂട്ടാക്കാതിരിക്കുകയാണ്. 48 മുതൽ 50 വരെയുള്ള വചനങ്ങളുടെ വിശദീകരണം. അള്ളാഹുവിൻ്റെ കണക്കറ്റ അനുഗ്രഹങ്ങളുടെ കൂട്ടത്തിൽ അതിമഹത്തായ ഒരനുഗ്രഹമത്രേ മഴവർഷം. അതുകൊണ്ടാണ് മഴയെ ഉദ്ദേശിച്ച് അവൻ്റെ കാരുണ്യം റഹ്മത്തിഹി എന്ന് പറഞ്ഞത്. മഴ വർഷിക്കുവാൻ പോകുന്നുവെന്ന സന്തോഷവാർത്തയെന്നോണം മഴക്കു മുമ്പായി കാറ്റു വീശുക പതിവാണല്ലോ. മഴവെള്ളം കൊണ്ട് അനേകം ഗുണങ്ങളുള്ളതിൽ പ്രധാനമായ 3 ഗുണങ്ങളെ അള്ളാഹു ഇവിടെ അനുസ്മരിപ്പിക്കുന്നു. 1. അത് വളരെ ശുദ്ധമായത് ത്വഹൂർ ആകുന്നു. വൈദ്യശാസ്ത്രത്തിലും ജീവശാസ്ത്രത്തിലും ആരോഗ്യരംഗത്തുമെല്ലാം ശുദ്ധജലത്തിനുള്ള സ്ഥാനം വമ്പിച്ചതാകുന്നു.
പ്രായോഗിക രംഗത്ത് ഇതര വസ്തുക്കളെ അപേക്ഷിച്ച് ജലത്തിൻ്റെ ശുദ്ധത കവിഞ്ഞു നിൽക്കുന്നു. ആകയാൽ ബാഹ്യമായ മാലിന്യങ്ങളിൽ നിന്നും ആന്തരികമായ മാലിന്യങ്ങളിൽ നിന്നും ശുദ്ധി വരുത്തുന്ന ഒരു പദാർത്ഥമത്രേ വെള്ളം. ഭൂവിഭവങ്ങളിൽ മറ്റൊന്നിനും തന്നെ ഈ ശുദ്ധീകരണ ശക്തി കാണപ്പെടുന്നില്ല. മുഖവും കൈകാലുകളും ഒന്നു കഴുകിയാൽ അഴുക്കും ചെളിയും നീങ്ങുന്നതുപോലെ തന്നെ ക്ഷീണം, കോപം, താപം ആദിയായവയും നീങ്ങി ഉന്മേഷവും പ്രസന്നതയും മനസ്സമാധാനവും അനുഭവപ്പെടുന്നു. വുളൂഉം കുളിയും. അൽ വുളൂഉ വൽ ഗുസ്ല്, ശാരീരിക ശുദ്ധിയോടൊപ്പം ആത്മീയ ശുദ്ധിയും ഉണ്ടാകുമെന്ന് ഹദീസുകളിലും മറ്റും കാണാവുന്നത് സ്മരണീയമാണ്. അനുഭവങ്ങളും അതിനെ സാക്ഷീകരിക്കുന്നു. 2. ജീവചൈതന്യം അഥവാ ഉൽപാദന യോഗ്യതയില്ലാത്ത ഭൂമിയെ അത് ചൈതന്യവും ജീവസ്സുമുള്ളതാക്കുന്നു. 3. മനുഷ്യകോടികൾക്കും അവരുടെ കൃഷി ഉപകരണവും ഭക്ഷ്യവസ്തുവുമായ കാലിസമ്പത്തുകൾക്കും കുടിക്കാനും കുളിക്കാനും മറ്റു പല ആവശ്യങ്ങൾക്കും അത് അനിവാര്യമാകുന്നു. ഈയൊരനുഗ്രഹത്തിൻ്റെ മഹത്വത്തെപ്പറ്റി ചിന്തിച്ചറിയുവാൻ ഇടവരാത്തവരുണ്ടെങ്കിൽ ദാഹവേളയിൽ അല്പനേരത്തേക്ക് വെള്ളം കിട്ടാതിരുന്നാൽ അവർക്കത് ബോധ്യപ്പെടുന്നതാണ്. എല്ലാവർക്കും പൊതുവിൽ സുഭിക്ഷം ലഭിക്കത്തക്കവണ്ണം ഓരോ നാട്ടിൻ്റെയും സ്വഭാവ വിശേഷതക്കനുസരിച്ച് അല്ലാഹു മഴവർഷത്തെ വിഹിതം ചെയ്ത് കൈകാര്യം നടത്തി വരുന്നു. ചിലയിടങ്ങളിൽ കൊല്ലത്തിൽ 6 മാസം, ചിലയിടങ്ങളിൽ 2-3 മാസം, മറ്റു ചിലയിടത്ത് കൊല്ലത്തിൽ 1 പ്രാവശ്യം, ഇങ്ങനെ വിവിധ തരത്തിൽ അവൻ മഴ വർഷിപ്പിക്കുന്നു. ഓരോ പ്രദേശത്തിൻ്റെയും പക്വതയും പാകതയും ആവശ്യവും നോക്കി വിഹിതം ചെയ്തിരിക്കുകയാണ്. ഭൂലോകത്ത് ഈ അനുഗ്രഹങ്ങൾ സർവോപരി ആസ്വദിച്ചും ഉപയോഗപ്പെടുത്തിയും വരുന്ന ഏക ബുദ്ധിജീവിയായ മനുഷ്യന് വളരെയേറെ ചിന്തിക്കുവാനും ഉറ്റാലോചിക്കുവാനും അതിൽ വകയുണ്ട്. അവൻ അതിന് കടമപ്പെട്ടവനുമത്രേ. അതിൻ്റെ പേരിൽ മാത്രം അവൻ അല്ലാഹുവിനോട് വളരെ നന്ദിയും കൂറും കാണിക്കേണ്ടതുണ്ട്. വല്ലപ്പോഴും മഴയുടെ ആധിക്യമോ പോരായ്മയോ കാരണം അവന് ദോഷം ഭവിക്കുന്ന പക്ഷം അതിന് ഏറെക്കുറെ കാരണം മനുഷ്യരുടെ പ്രവർത്തനങ്ങൾ തന്നെയായിരിക്കുന്നതുമാണ്. ആ അവസരത്തിൽ അവൻ അല്ലാഹുവിൻ്റെ മുമ്പിൽ പശ്ചാത്തപിച്ച് വിനയപൂർവം കൈമലർത്തുകയാണ് ആദ്യമായി ചെയ്യേണ്ടത്. പക്ഷേ ചിലർ അതെല്ലാം പ്രകൃതിയുടെ കനിവോ കോപമോ ആയി വ്യാഖ്യാനിക്കുന്നു. ചിലർ ഗ്രഹഫലവും ഗ്രഹപ്പിഴയുമായി അല്ലെങ്കിൽ ഞാറ്റുവേലയുടെ ഗുണദോഷങ്ങളായി വിശ്വസിക്കുന്നു. മറ്റു ചിലർ കണ്ണടച്ചും കൊണ്ട് എല്ലാം ചില ആകസ്മിക സംഭവങ്ങളായോ അല്ലെങ്കിൽ പരിഗണനീയമല്ലാത്ത നിസ്സാര സംഭവങ്ങളായോ ധരിച്ചു പോകുന്നു. ചുരുക്കിപ്പറഞ്ഞാൽ ഈ മഹൽ പ്രവർത്തനങ്ങളുടെ പിന്നിൽ സ്ഥിതി ചെയ്യുന്ന അപാരമായ അദൃശ്യമായ ആ മഹാശക്തിയെപ്പറ്റി മിക്ക മനുഷ്യരും ആലോചിക്കുന്നില്ല. അവനോട് നന്ദിയും ഭക്തിയും കാണിക്കുന്നുമില്ല. ഫഅബ അക്സറുന്നാസി ഇല്ലാ കുഫൂറ. നമ്മയെല്ലാം അല്ലാഹു അവനോട് നന്ദിയും ഭക്തിയുമുള്ള സജ്ജനങ്ങളിൽ ഉൾപ്പെടുത്തട്ടെ. ആമീൻ. രാത്രിയിൽ ഒരു മഴ പെയ്തതിനെ തുടർന്ന് രാവിലെ സുബഹ് നമസ്കാരാനന്തരം ഹുദൈബിയയിൽ വെച്ച് ജനങ്ങളെ അഭിമുഖീകരിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി ചോദിക്കുകയുണ്ടായി, നിങ്ങളുടെ റബ്ബ് എന്തു പറയുന്നുവെന്ന് നിങ്ങൾക്കറിയാമോ? അവർ ഉത്തരം പറഞ്ഞു, അല്ലാഹുവിനും അവൻ്റെ റസൂലിനുമറിയാം. അപ്പോൾ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്രകാരം അരുളി ചെയ്തു, അസ്ബഹ മിൻ ഇബാദി മുഅ്മിനുൻ ബി വകാഫിറുൻ ബി ഫഅമ്മാ മൻ ഖാല മുതിർന ബിഫളില്ലാഹി വറഹ്മതിഹി ഫദാലിക മുഅ്മിനുൻ ബി കാഫിറുൻ ബിൽ കൗകബ് വഅമ്മാ മൻ ഖാല മുതിർന ബിനൗഇ കദാ വകദാ ഫദാലിക കാഫിറുൻ ബി മുഅ്മിനുൻ ബിൽ കൗകബ്. മുത്തഫഖുൻ അലൈഹി. സാരം: അല്ലാഹു പറയുന്നു, നേരം പുലർന്നപ്പോൾ എൻ്റെ അടിയാന്മാരിൽ എന്നിൽ വിശ്വസിക്കുന്നവരും എന്നിൽ അവിശ്വസിക്കുന്നവരും ഉണ്ടായിത്തീർന്നിരിക്കുന്നു. അതായത്, ഞങ്ങൾക്ക് അല്ലാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ടും കാരുണ്യം കൊണ്ടും മഴ പെയ്തു കിട്ടി എന്നു പറയുന്നതാരോ അവർ എന്നിൽ വിശ്വസിക്കുന്നവരും
നക്ഷത്രങ്ങളിൽ അവിശ്വസിക്കുന്നവരുമാകുന്നു. ഞങ്ങൾക്ക് ഇന്നിന്ന ഞാറ്റുവേല അഥവാ ഗ്രഹപ്പകർച്ച മൂലം മഴ പെയ്തുവെന്ന് പറയുന്നതാരോ അവർ എന്നിൽ അവിശ്വസിച്ചവരും നക്ഷത്രങ്ങളിൽ വിശ്വസിക്കുന്നവരുമത്രേ. ബുഖാരി, മുസ്ലിം. നാം അതിനെ കൈകാര്യം ചെയ്തു അഥവാ സൊറഫ്നാഹു എന്ന വാക്കിലെ സർവനാമം അഥവാ ലൊമീർ കൊണ്ടുദ്ദേശ്യം മഴവെള്ളമാണെന്ന അടിസ്ഥാനത്തിലാണ് നാം ഈ വിവരണം നൽകിയിട്ടുള്ളത്. മേൽ പ്രസ്താവിക്കപ്പെട്ട കാര്യം അഥവാ മുകളിൽ വിവരിച്ച ദൃഷ്ടാന്തങ്ങൾ ആണ് ഇവിടെ ഉദ്ദേശ്യമെന്നും വ്യാഖ്യാതാക്കളിൽ ചിലർ അഭിപ്രായപ്പെടുന്നു. വേറെ ചിലർ ഖുർആനാണ് ഉദ്ദേശ്യമെന്നും പറയുന്നുണ്ട്. ഈ രണ്ടഭിപ്രായമനുസരിച്ചും ഈ വാക്കിന്റെ അർത്ഥം നാം ആവർത്തിച്ച് വിവരിച്ചു എന്നായിരിക്കും. ഈ പദത്തിന് അങ്ങനെയും അർത്ഥം വരാം. അല്ലാഹു അഅലം.